Hello my dear students. So നമ്മളൊക്കെ നീറ്റ് എക്സാംസും ബാക്കിയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം കുറച്ച് ഫോർമാലിറ്റീസും കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ദ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഇതിനെപ്പറ്റി പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഓക്കെ ആസ് നീറ്റ് ആസ്പിറൻസ് അല്ലെങ്കിൽ JEE എക്സാം എഴുതുമ്പം എന്തിനാണ് ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു റെസിഡൻസ് പ്രൂഫാണ്. അതായത് നമ്മൾ ഈ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ന് പറയാനുള്ള ഒരു പ്രൂഫ് ഓഫ് അഡ്രസ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് റെസിഡൻസ് ആണ്. ഓക്കെ, സോ അതിനെ പറ്റിയുള്ള എന്താ പറയുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ സ്ലൈഡ്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഗിവൻ ബൈ ദ ഗവൺമെൻറ് ഓർ ദ യൂണിയൻ ടെറിട്ടറി. സോ നമ്മുടെ കേരളം ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ കേരളം സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മളുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് വേണ്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ അപ്ലൈ ചെയ്യാനോ ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് എയിംസ് പോലെയുള്ള എന്താ പറയുക സ്ഥലത്ത് അപ്ലൈ ചെയ്യണം, അഡ്മിഷൻ കിട്ടണമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലെ മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തുള്ള കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും 85%, ഓക്കെ, സോ 85% വിൽ ബി അവൈലബിൾ ഫോർ സ്റ്റുഡൻസ് ഫ്രം ദാറ്റ് സ്റ്റേറ്റ്. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, അവിടെ പഠിക്കാനായിട്ട് നമ്മൾ അവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണ് എന്നതിനുള്ള പ്രൂഫ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കേരളത്തിലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 85% സീറ്റ്സ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. ബാക്കി 15% മാത്രമേ മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ള പിള്ളേർക്ക് കൊടുക്കത്തുള്ളൂ. റൈറ്റ്, സോ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോട്ടയുടെ അടിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. ഇനി ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ തഹസിൽദാറിൻ്റെ അടുത്തുനിന്നോ വില്ലേജ് ഓഫീസുകളിൽ നിന്നോ ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. എന്ത് കാറ്റഗറിയുടെ അടിയിലാണ് നിങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ കേരളത്തിലെ ഡൊമിസൈൽ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള കാറ്റഗറിയിൽ നമ്മൾ 3 കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, സോ കേരളൈറ്റ് കാറ്റഗറി ഉണ്ട്, നോൺ കേരളൈറ്റ് കാറ്റഗറി 1 ഉണ്ട്, നോൺ കേരളൈറ്റ് കാറ്റഗറി 2 ഉണ്ട്. സോ കേരളൈറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ആസ് വെൽ ആസ് ചിൽഡ്രൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ഫ്രം എനി സ്റ്റേറ്റ്, പക്ഷേ പോസ്റ്റഡ് അണ്ടർ കേരള. ഓക്കെ, സോ നിങ്ങളുടെ പാരൻസ് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലുള്ള ആൾക്കാരാണെങ്കിൽ, കേരളത്തിൽ പോസ്റ്റിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ കാറ്റഗറിയിൽ കിട്ടും. Okay, so eligible for communal or special reservations, some fee concessions also. Okay, so നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണെങ്കിൽ, നമ്മുടെ പാരൻസും കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ കേരളൈറ്റ് കാറ്റഗറിയിൽ വരും. ഓക്കെ, അതല്ല എന്താ പറയുക, നമ്മുടെ പാരൻസ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് IAS പോലെയുള്ള ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെയുള്ള കാറ്റഗറി നോൺ കേരളൈറ്റ് കാറ്റഗറി 1 ആണ്. The candidates who fulfill any of the following criteria. Yes, students qualifying course in Kerala and parents working with Government of India and are posted in Kerala. ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പാരൻസ് ഉണ്ടെങ്കിൽ, കേരളത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മക്കൾ കേരളത്തിൽ തന്നെ പഠിക്കണം. Students studying qualified courses in Kerala and parents have worked with the government for a minimum of 2 years. കേരളത്തിൽ ജനിച്ചു വളർന്നു ആയിക്കോട്ടെ, പക്ഷേ 2 വർഷമേ കേരളത്തിൽ പഠിച്ചിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ആസ് എ റെസിഡൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ എ പീരീഡ് ഓഫ് 5 years ഡ്യൂറിംഗ് ദ സ്റ്റഡി. നമ്മുടെ സ്കൂൾ ടൈമിൽ 5 വർഷം നമ്മൾ കേരളത്തിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ ദ കാൻഡിഡേറ്റ് ഹാസ് സ്റ്റഡീഡ് ഇൻ കേരള ഫ്രം ക്ലാസ്സസ് 8th to 12th. ഓക്കെ, സോ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ +2 വരെ നമ്മൾ കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൂഫ് മതി ടു ഗെറ്റ് യുവർ സ്റ്റേറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഇത് നോൺ കേരളൈറ്റ് കാറ്റഗറി 1 ആണ്.
നോൺ കേരള കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ബിലോങ് ടു ദി അബവ് 2 കാറ്റഗറീസ്. ഇതിലൊന്നും പെടാത്ത കാറ്റഗറീസിൽ വരുന്ന പിള്ളേരാണ് നോൺ കേരള കാറ്റഗറി 2-ലുള്ളത്. ദീസ് ആസ്പിറൻസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ മെഡിക്കൽ സീറ്റ്സ് ഇൻ ഗവൺമെന്റ് കോളേജസ്. പക്ഷേ ഓപ്പൺ കോട്ട മാനേജ്മെന്റ് സീറ്റ്സ്, പ്രൈവറ്റ് കോളേജിലുള്ള മാനേജ്മെന്റ് സീറ്റ്സിന് ഈ പിള്ളേർക്ക് അപ്ലൈ ചെയ്യാം ഇവിടുത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, അത് നോൺ കേരളൈറ്റ്സ് 2, അതായത് വേറെ സംസ്ഥാനത്ത് പഠിച്ചു. ഇപ്പോൾ എന്നെ പോലെ ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ചത് ചെന്നൈയിലാണ്. ഓക്കെ, സോ എനിക്ക് കേരളത്തിലെ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ ആ 85% പെടില്ല. അല്ലെങ്കിൽ എനിക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിൻ്റെ കിട്ടത്തില്ല, എനിക്ക് തമിഴ്നാട്ടിൽ കിട്ടുള്ളൂ. റൈറ്റ്, കാരണം ഞാൻ തമിഴ്നാട്ടിലാണ് കംപ്ലീറ്റ്ലി പഠിച്ചത്. എൻ്റെ പാരൻസും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് അവിടെ നിന്നേ കിട്ടുള്ളൂ. നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചു വളർന്ന് പഠിച്ചതെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ എന്താ പറയുക സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതേ ഉള്ളൂ. സോ മറക്കരുത്, ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നീറ്റ് എഴുതി, കാരണം എക്സാമിൻ്റെ സമയത്ത് നമ്മളതൊന്നും നോക്കില്ല, നമ്മൾ പഠിക്കത്തേ ഉള്ളൂ. നീറ്റ് എക്സാം എഴുതി നമുക്ക് ക്ലിയർ ചെയ്തു, നല്ലൊരു കോളേജ് കിട്ടാം. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട്, മാർക്കിൻ്റെ കാരണം കൊണ്ട് ഈ ഒരു കോട്ടയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, സോ അതിന് മുമ്പേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. പാരൻസിനോട് പറയുക. ഇതൊക്കെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ചെക്ക് ഔട്ട് ദ സൈറ്റ്സ്. റൈറ്റ്, താങ്ക് യു, ബൈ.